എവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ? നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പുരാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? രാധയെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തലയോ? ഓഹോ ലത, അത് പോട്ടെ, നീ വാ, നമുക്ക് ഊണഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ? എനിക്കൊന്നും കാണണ്ട, അതിനുള്ള തലവരൊന്നുമില്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട, ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാ കാണിക്കാം. ഏയ് നല്ല സാധനം, എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്, എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാജ വാരി കൊടുക്കണം എന്ന് ആ ചെക്കൻ ഇവിടെ ഊണ് കഴിക്കണില്ല. വെള്ളോടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയോ മതി എനിക്ക്. മനുഷ്യൻ ഒരു സ്വൈര്യം തരില്ല വെച്ചാ. എന്താ മോളെ ഇങ്ങോട്ട് പോയാല് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് കേറി നിക്കണ്. കാണാണ്ട് പോവാ നീ അച്ഛനെ അല്ലേ? നേരത്തെ പോരായിരുന്നില്ലേ? പുലർച്ചെ 5 മണിക്ക് പറ്റില്ല, കിടന്നു പോയി. ഒരു 1-ാം തീയതി എല്ലാരും കണി കാണിക്കാൻ കള്ളം കുടിച്ചിങ്ങനെ വന്ന് നിൽക്കണം. പിന്നെ എപ്പോഴെങ്കിലും വന്ന് വാങ്ങി പണ്ടരടിക്ക് പോയി. അച്ഛൻ്റെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. പിന്നെ കിടന്ന് ഡാൻസ് കളിക്കണോ? അതെ, ഇന്നലെ ഇത്തിരി കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു. ആര്? അമ്മേ? എന്റെ വോയിലിരിക്കണ കേക്കണ്ട, ഒരമ്മ. നിക്കണി, എന്തായാലും നിനക്കൊരു കുറവ്. എന്താ അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. അവളൊരു വർത്തമാനം കേട്ടില്ലേ തമ്പുരാട്ടി? ഞാൻ തമ്പുരാട്ടി ഒന്നും അല്ല. വെതക്ക് ചെല്ലുവിളി പഠിച്ചിട്ടില്ല. ദാമോദരനെ വർത്തിച്ചുണ്ടല്ലോ, വിളിച്ച വിളിപ്പുറത്ത് വരും. അത് വേറെ കാര്യം. ശരി, ഇതും കൊണ്ട് പോ. പിന്നെ വീട്ടുപടിക്ക് വേറെ ആളെ നോക്കിയേക്കണം. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എങ്ങട്? എനിക്ക് ഇഷ്ടമാണെന്നെങ്കിൽ. അതെ, അവൾക്കൊരു ഭാവി ഉള്ളതാ, അത് ഞാൻ നശിപ്പിക്കില്ല. ഓ, നല്ല ഭാവി. ദിവാകരനോട് പറഞ്ഞാ മതി. ദിവാകരൻ അവളെ എന്റെ അടുത്ത് ആക്കിയത്. അവനാണ് എന്റെ മോളെ ഭാവിയെ പറ്റി അന്വേഷിക്കാൻ. മനുഷ്യ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കും. ദാമോദരനെ ഒരു തമ്പുരാക്കന്മാര് പേടില്ല. സംസാരിക്ക്, വരുന്നുണ്ട് ദിവാകരൻ. എന്റെ അമ്മോ, എന്റെ പട്ട് കിട്ടവനോട്. നീ എന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ച് കളയും അല്ലേ? നീ ലോക്കലുണ്ടോ അല്ലേ? എന്റെ അടുത്തേക്ക് വന്ന ഇനി എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാ 10 പകൽ എടുത്തുകൊണ്ട് നിന്നെ കസികനെ നായിന്റെ. എന്ത് തെമ്മാർത്തായി കാണുന്നേ? പെൺകുട്ടികളെ ഇടപെടലിട്ടോ. അതിനെ താൻ കാര്യമായി തോന്നിയ ദിവസം പറയരുത്. ഞാൻ കണ്ടോ? താൻ എന്തുറയണ്ടേ? നീ ഉരുളൊന്നും കണ്ടോ? ഞാൻ കണ്ടു. നന്നായി. താൻ ഇവിടെ അവിടുന്ന് കാലത്ത് തന്നെ ഇറങ്ങും കാലങ്ങടെ കൊണ്ട് കാലൻ. കരയണ്ട മോളെ, ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം. മാനം പോയില്ലല്ലോ. ചെത്തുന്നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ രാമകരാട്ടനായതുകൊണ്ടാ. മോനെ മോനെ ഒരു തുള്ളി കൂടി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല. എന്താണ് ഷാപ്പിൽ ചെന്നിട്ട് നിന്റെ ഒരു കുപ്പിന് എനിക്ക് മേടിച്ചു? അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട്ട് മേടിക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തിട്ട് അധികണം. എടാ പോരാ, നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അവളെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നത്. അല്ല, ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരഗതി ഇല്ലാതെ കണ്ട് കണ്ണി കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂത്ത ഗാംഗുവേന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ? അതിന് ദാമോദരൻ അത്രയും ചെറ്റേയിരിക്കണം. പോകാൻ പറയണോട്. മോനോ ഒറ്റ ചവിട്ട തന്നെ എല്ലി ഓടിച്ചേ.
പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ല പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ രണ്ടു കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കേ. അതേ പറയുന്നു. കത്തി കൂട്ടിലതാ, അത് തെങ്ങി എത്താനുള്ള ഐശ്വര്യമുള്ള. നിനക്കെന്റെ പെണ്ണിനെ വേണം ആ പന്നി. മേലാലെന്റെ പെണ്ണ് പോണ വഴിയുടെ 7 അയലത്തിൽ നീ വന്ന മൂക്കേനരിയും നായിന്റെ മോനെ. ഇല്ല ദിവാര, ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഇല്ല, നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കിൽ ഇതിന് ബദലി ചെയ്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ലോ അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നത്? ചായ തണുക്കും. മതി കേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ടാ. പഴം അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കയറ്റണേ? ശമ്പളം കിട്ടി അതെങ്ങനെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ട. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറി വിവരം അറിയുന്നേ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുതരം പാട്ടും. നിന്നെ കാണുക മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊഴയാനും ഇടിച്ചു കാട്ടാനും നിൽക്കണ്ടാവും. ആരടിച്ചു കാട്ടി? നീ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം. മര്യാദക്കൊക്കെ ജീവിച്ചു. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആഹാ ദിവാര, ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണണമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരൂ? കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ പറയാ? കാശ് അധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് 2 പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം. അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്. ആഹാ കലക്കല്ലൂടി. ഉവ്വ നിറങ്ങണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയിക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ? ഇന്ന് മെയിൽ ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിത്തീട്ടോ? ഏയ് അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ആ ഇതെന്താ ഇത്? ഉപ്പുമില്ല, ഒടുക്കത്തൊരു മുളകും. നിനക്ക് ഹോട്ടലിൽ തെറ്റിയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ തള്ള ഇതില്. അരിയിലെ കല്ല് കളഞ്ഞ് വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചു ഞാൻ. വേണമെങ്കിൽ വെച്ച് വിഴുകിട്ട് പോടാ. കണ്ണും കൊണ്ടുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് കുറ്റാ. ഊർത്തം കെട്ട് ഇവന്റെ ഇടയിൽ നിന്ന് പോയി കിട്ടിയ മതിയായിരുന്നു എമ്പോക്കി. നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്ക്. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും.
രാജകുമാരിയെ കോലത്ത് വാങ്ങിച്ചത് മതി. നിങ്ങളെ കണ്ണും വെട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണം അവളെ. കടത്തി പൊറത്തിക്കോ തള്ള. എടാ ചമ്പനാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാണ് ഞാൻ അവൾക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണം. കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്ങന്നീര് ഇവിടെ നിരുവല്ലേ. എനിക്കിപ്പോ മനസ്സില്ല. നന്ദിയില്ലാത്ത പാറ്റയിലും മോൻ. തള്ളേ തള്ളേ. അമ്മേ, ഇത്ര പെട്ടെന്നുറങ്ങി. അമ്മേ, എന്താ? ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ. എണീറ്റേ. വിടടാ, ഞാൻ ചീത്തയാ. എന്നെ തുടർന്ന പോടാ. എന്നെ തുടർന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. വിട് തന്നെ, വിട്. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന. നീ പറയണ കേട്ട് കേട്ട് അവക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ. ആ കുട്ടി മടിയിലിട്ട് മുല കൊടുക്കേണ്ട പ്രായല്ലേ? ചൊണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പോ രണ്ട് പെറ്റേനെ. ഈ അമ്മയുടെ ഒരു വർത്താനം. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ, ചന്ദ്രനായുടെ വരവ് കണ്ണിൽ അന്നൊഴിച്ച് കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടുന്ന് വരണേ. ആ, എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ, പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഉവ്വ്, മേനോൻ ചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോട് കളി, ഓട്ടം തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ? 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 ഞെട്ടണ്ട, വരുന്നുള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്ന് വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. എന്റെ ഗുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാൻ സമ്മതിച്ചിരിക്കുക. മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവതി തമ്പുരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു കേട്ടു. പിന്നെ ആ കുട്ടി 8-10 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം, ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇത് ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഒരുട്ട് ആഭാസല്ലേ? ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട. ഭഗവാനുള്ളൊരു നേർച്ചയായിട്ട് അങ്ങടാ കരുതുക. എന്താ പരമേശ്വരേ? അതെ അതെ. ഈ വരുന്ന മൂപ്പരുണ്ടല്ലോ, ഈ ജൂനിയർ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ടത്രേ. എന്നാലും ക്രിസ്ത്യാനിയല്ലേ? ഏയ്, ഇത് ജൂനിയർ യേശുദാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം നായ മേനോ പട്ട അല്ലേ പരമേശ്വരേ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ. ഓ, ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമങ്ങണ്ട് എടുക്കുക, കാലിലങ്ങണ്ട് വീഴുക. അത്രയ്ക്ക് വേണോ? ആ, ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടയുടെ കാലല്ലേ. എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. ഓ
കഴുതക്കാലം പിടിക്കാം അല്ലേ നായരെ? തമ്പുരാട്ടി ഒരുമിച്ചൊരു പാട്ടും കുളിയും. ഇനി കിടപ്പോടി ഒരുമിച്ചാവോ? വേഗം കുളിച്ചു വരൂ. നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കണു.